hello everyone, welcome to Entry App. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർച്ച് 6 മുതൽ 10 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ മാർച്ച് 1 മുതൽ 5 വരെയുള്ള കറണ്ട് അഫയർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ സെക്കൻഡ് പാർട്ടാണ് മാർച്ച് 6 to 10 ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വൺ ലൈനേഴ്സ് ഫ്ലാഷിൽ ഡിസ്കസ് ചെയ്തു പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കാറ്റഗറീസ് ഇന്റർനാഷണൽ, നാഷണൽ, സ്റ്റേറ്റ്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, അപ്പോയിന്റ്മെന്റ്സ്, ഇൻഡെക്സ് ആൻഡ് റാങ്ക്സ്. ഈ ഒരു വ്യത്യാസം ഇവിടെ വന്നിട്ടുണ്ട്. റെസിഗ്നേഷൻസിന് വരെ ഇൻഡെക്സ് ആൻഡ് റാങ്ക്സ് എന്നുള്ളൊരു ആഡ് ആയിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ബാക്കിയെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ അതേപോലെ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ ടോപ്പിക്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇൻഡെക്സ് ആൻഡ് റാങ്ക്സ് എന്ന് പറയുന്ന പുതിയൊരു സെക്ഷനോട് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. സോ എന്തായാലും നമുക്ക് ന്യൂസുകളിലേക്ക് കടക്കാം. സോ ആദ്യം നമുക്ക് ഇന്റർനാഷണൽ ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ന്യൂസ് വന്നിരിക്കുന്നത്, വിച്ച് കൺട്രി ഹാസ് സ്റ്റാർട്ടഡ് ബിൽഡിംഗ് the world's first platypus sanctuary. So platypus sanctuary ഓർത്തിരിക്കുക. platypus എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ കണ്ടുവരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മാമൽസ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു സാങ്ച്വറി, അപ്പൊ ഓസ്ട്രേലിയയിലുള്ള ആൾക്കാരുടെ സാങ്ച്വറി ആര് തന്നെ ആയിരിക്കും ബിൽഡ് ചെയ്യുക? ഓസ്ട്രേലിയ തന്നെ ആയിരിക്കും. അപ്പൊ അതിനകത്ത് സംശയമുണ്ടോ? ഒന്നും ഉണ്ടാവില്ല. സോ വിച്ച് കൺട്രി ഹാസ് സ്റ്റാർട്ടഡ് ബിൽഡിംഗ് ദ വേൾഡ് ഫസ്റ്റ് പ്ലാറ്റിപ്പസ് സാങ്ച്വറി? ഇറ്റ്സ് ഓസ്ട്രേലിയ. ഓക്കെ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. The United Nations has unanimously declared which year as the International Year of Millets? So millets in the International Year, right? United Nations, that the UN unanimously declared which year as the International Year of Millets. So ഒരു ഇയർ ആണത്. ഏത് വർഷമാണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ട് UN ഡിക്ലെയർ ചെയ്തത് എന്നാണ് ചോദ്യം. 2023 എന്ന് പറയുന്ന വർഷമാണ് യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആലോചിച്ചോടുക, മില്ലറ്റ്സിന്റെ ഇന്റർനാഷണൽ ഇയർ എന്ന് പറയുന്നത് 2023 ആണ്. So third question, which organization has decided to launch the $100 million guarantee scheme? $100 million guarantee scheme. ഞാൻ എടുത്തു പറയുന്നത് ഓർത്തിരിക്കുക. $100 million guarantee scheme for solar rooftop projects. So solar rooftop projectന് വേണ്ടിയിട്ട് $100 million guarantee scheme കൊണ്ടുവന്നത് ഏത് ഓർഗനൈസേഷൻ ആണ് എന്നാണ് ചോദ്യം. $100 million guarantee scheme related to വേൾഡ് ബാങ്ക്. അങ്ങനെ ആലോചിച്ചിരിക്കുക. $100 million guarantee scheme കൊണ്ടുവന്നത് വേൾഡ് ബാങ്ക് ആണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? സോളാർ റൂഫ്ടോപ്പ് പ്രൊജക്ട്സിന് വേണ്ടിയിട്ടാണെന്നുള്ളത് ഓർത്തിരിക്കുക. സോ നാലാമത്തെ ക്വസ്റ്റ്യൻ, in March 2021 India has signed a pact signing ആണ് with which country for the sale of defense equipment including BrahMos? So very important news. ഡിഫൻസ് എക്വിപ്മെന്റിന്റെ സെയിലിന് വേണ്ടിയിട്ട് ഇൻക്ലൂഡിങ് ബ്രഹ്മോസ് അതുവരെ സെല്ല് ചെയ്യുന്നതിനായിട്ട് ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് സൈൻ ചെയ്തിരിക്കുന്നത്? ഒരു പാക്ട് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഡിഫൻസ് എക്വിപ്മെന്റ് ഇൻക്ലൂഡിങ് ബ്രഹ്മോസിനെ ആർക്കാണ് സെയിൽ ചെയ്യാൻ പോകുന്നത്? ഫിലിപ്പീൻസിനാണ് ഈ ഒരു ഡിഫൻസ് എക്വിപ്മെന്റ് നമ്മൾ സെല്ല് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇന്ത്യ ഹാസ് സൈൻഡ് എ പാക്ട് വിത്ത് ഫിലിപ്പീൻസ് for the sale of defense equipment including BrahMos. So it's a very important news. So അഞ്ചാമത്തെ ന്യൂസ്, government of Bangladesh with the ICT division and the telecom company Robi. So Bangladesh and Robi, so ഓർത്തിരിക്കുക, Bangladesh and Robi has launched its national app portal, which is the largest mobile application platform in Bangladesh. സോ ബംഗ്ലാദേശിന്റെ ഗവൺമെന്റും റോബി എന്ന് പറയുന്ന ടെലികോം കമ്പനിയും കൂടെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തെ ഏറ്റവും വലിയ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോം, ഒരു നാഷണൽ ആപ്പ് പോർട്ടൽ ലോഞ്ച് ചെയ്തു. എന്താണ് അതിന്റെ പേര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതെന്താണ്? BD ആപ്സ്. ബി ഡാബ്സ് എന്നൊക്കെ വായിക്കാറുണ്ട്. BD ആപ്സ് എന്നാണ് ഇത് ഓർത്തിരിക്കാൻ എളുപ്പം. സോ ബി ഫോർ ബംഗ്ലാദേശ് എന്നും ഓർത്തിരിക്കാം. ബംഗ്ലാദേശ് റോബി. അപ്പം ഇൻ കേസ് കമ്പനിയുടെ പേര് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ റോബി എഴുതാം. അതല്ലെങ്കിൽ ബംഗ്ലാദേശിന്റെ ആണ് BD ആപ്സ് എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിലെ ലാർജസ്റ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോം ആണെന്നുള്ളത് അതിന്റെ ഹൈലൈറ്റഡ് പോയിന്റ് ആണ്. സോ സിക്സ്ത് ന്യൂസ്, എ പ്രൈവറ്റ് ന്യൂസ് ചാനൽ Boishakhi TV has appointed Bangladesh's first transgender news press center. So again a news in Bangladesh. ബംഗ്ലാദേശിന്റെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ന്യൂസ് പ്രസ് സെന്ററിനെ ബോയ്ഷാക്കി TV, ഒരു പ്രൈവറ്റ് ന്യൂസ് ചാനൽ, അപ്പോയിന്റ് ചെയ്തു. സോ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദാറ്റ് പ്രസ് സെന്റർ, ട്രാൻസ്ജെൻഡർ പ്രസ് സെന്റർ? ഇറ്റ്സ് താഷ്നുവ അനൻ ശിശിർ.
താഷ്നുവ അനൻ ശിഷിർ ഇങ്ങനെയാണോ പ്രൊണൗൺസിയേഷൻ എന്ന് കൺഫേംഡ് അല്ല. ഇപ്പൊ താഷ്നുവ അനൻ ശിഷിർ എന്ന് ആണ് ഇത് കണ്ടിട്ട് വായിക്കാൻ തോന്നുന്നത്, അതുകൊണ്ട് അങ്ങനെ വായിക്കാം. സോ ഒരു പ്രൈവറ്റ് ന്യൂസ് ചാനലായ ബോയ്ഷാഖി ടി വി ആണ്, ഓർത്തിരിക്കുക, ബോയ്ഷാഖി ടി വി ആണ് ബംഗ്ലാദേശിന്റെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ പ്രസന്ററിനെ അപ്പോയിന്റ് ചെയ്തത്. സോ ഈ വരുന്ന വുമൻസ് ഡേ, കഴിഞ്ഞ വുമൻസ് ഡേ, അതായത് ഞാനിപ്പം ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നടന്ന മാർച്ചിൽ വന്ന ന്യൂസ് ആണ്, അതുകൊണ്ട് വുമൻസ് ഡേയിലാണ് ഇത് ഈ പ്രസന്റർ വായിച്ച് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് അവര് എടുത്തു പറയുന്നുണ്ട്. അപ്പൊ താഷ്നുവ അനൻ ശിഷിർ ബോയ്ഷാഖി ടി വി ബംഗ്ലാദേശ്, ഓർത്തിരുന്നോളുക. ബംഗ്ലാദേശിനെ പറ്റി 2 ന്യൂസ് ഉണ്ട്, ഇപ്പൊ രണ്ടും ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നാഷണൽ ന്യൂസുകളിലേക്ക് പോകാം. സോ ഫസ്റ്റ് ന്യൂസ്, ഇന്ത്യ ഹാസ് റീസെന്റ്ലി എക്സ്പോർട്ടഡ് ദ ഫസ്റ്റ് കൺസൈൻമെന്റ് ഓഫ് റെഡ് റൈസ്. സോ റെഡ് റൈസ് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റിയ ഒരു പോയിന്റ് ആണ്. ഇന്ത്യ ഹാസ് റീസെന്റ്ലി എക്സ്പോർട്ടഡ് ദ ഫസ്റ്റ് കൺസൈൻമെന്റ് ഓഫ് റെഡ് റൈസ് ടു വിച്ച് കൺട്രി? ഏത് കൺട്രിയിലേക്കാണ് റെഡ് റൈസിന്റെ എക്സ്പോർട്ട് നടന്നത്, ഫസ്റ്റ് കൺസൈൻമെന്റ് സൈൻ ചെയ്തത്? അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്കാണ്. സോ our red rice goes to United States. Red rice goes to United States. So second news, India has recently extended a grant of rupees 44.17 million to build a new school building in Rupadehi district of which country? So India has recently extended a grant of rupees 44.17 million to build a new school building, ഒരു പുതിയ സ്കൂൾ ബിൽഡിംഗ് റൂപ്പൻദേഹി ഡിസ്ട്രിക്റ്റിലാണ് പണിയാനായിട്ട് ആ ഒരു ഗ്രാന്റ് അനുവദിച്ചത്. ആ റൂപ്പൻദേഹി ഡിസ്ട്രിക്ട് ഏത് രാജ്യത്താണ് എന്നുള്ളതാണ് ചോദ്യം. നേപ്പാളിലാണ്. അപ്പൊ ഇന്ത്യ ഒരു സ്കൂൾ ബിൽഡിങ്ങിന് 44.17 മില്യൺ കൊടുത്തത് ഏത് രാജ്യത്തേക്കാണ്? നേപ്പാളിലെ റൂപ്പൻദേഹി ഡിസ്ട്രിക്റ്റിലേക്കാണ്. അപ്പൊ അവിടെയാണ് ഒരു സ്കൂൾ ബിൽഡിംഗ് തുടങ്ങാനായിട്ട് ഒരു ഗ്രാന്റ് ആയിട്ടുള്ള 44.17 മില്യൺ ഗ്രാന്റ് ചെയ്തത്. So third question, a new cultural center of High Commission of India. So cultural center of High Commission of India was inaugurated by the External Affairs Minister Dr. S. Jaishankar in which place? So ഒരു പുതിയ കൾച്ചറൽ സെന്റർ, ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കൾച്ചറൽ സെന്റർ ഇനാഗുറേറ്റ് ചെയ്തു. ആര് ഇനാഗുറേറ്റ് ചെയ്തു? എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ അല്ലെങ്കിൽ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള ഡോക്ടർ എസ് ജയശങ്കർ ഇനാഗുറേറ്റ് ചെയ്തു. എവിടെയാണ് ഇനാഗുറേറ്റ് ചെയ്തത്? ധാക്കയിലാണ് ഈ ഒരു ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ കൾച്ചറൽ സെന്റർ ഇനാഗുറേറ്റ് ചെയ്തത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള ഡോക്ടർ എസ് ജയശങ്കർ. ഓക്കെ, സോ ഫോർത്ത് ക്വസ്റ്റ്യൻ, PM Modi, Prime Minister Modi will inaugurate Maitri Setu. So വീണ്ടും highlighted point ആണ് മൈത്രി സേതു ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയ്ക്കുള്ളതാണ് ഈ മൈത്രി സേതു എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സേതു, ഇറ്റ് ഹാസ് ബീൻ ബിൽറ്റ് ഓവർ വിച്ച് റിവർ? ഏത് റിവറിന്റെ മുകളിൽ കൂടിയാണ് ഈ ഒരു സേതു ബിൽഡ് ചെയ്തത്? മൈത്രി സേതു ഇന്ത്യക്കും ബംഗ്ലാദേശിനുള്ള കണക്ടിവിറ്റി ആണ്. അപ്പൊ അത് ഏത് റിവറിനാണ്? ഫെനി റിവറിന് മുകളിൽ കൂടിയാണ് മൈത്രി സേതു എന്ന് പറയുന്ന ആ ഒരു സേതു ബിൽഡ് ചെയ്തിരിക്കുന്നത്. അത് ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടുള്ള കണക്ഷൻ ആണ് ഈ ഒരു മൈത്രി സേതു എന്ന് പറയുന്നത്. സോ അത് ഇനാഗുറേറ്റ് ചെയ്ത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. സോ ഫിഫ്ത് ക്വസ്റ്റ്യൻ, all women crew of MT Swarna Krishna makes history. All women crew of MT Swarna Krishna makes history. So Swarna Krishna ഓർത്തിരുന്നോളൂ, highlighted point ആണ്. Union Minister of Ports, Shipping and Waterways has flagged off it. ഇത് flag off ചെയ്തത് ആരാണ്? Port, Shipping and Waterways Minister ആണ്. So who is the current minister? എന്താണ്? Shipping, Waterways and Ports ന്റെ current minister ആരാണ്? It's Manshukh Mandavya. So Ports, Shipping and Waterways Ministry is Manshukh Mandavya. So ഇവിടെ നോക്കുക, all women crew of MT Swarna Krishna make history ജനറേറ്റ് ചെയ്ത കാര്യമാണ് പറയുന്നത് MT Swarna Krishna. അപ്പൊ അത് ഫ്ലാഗ് ഓഫ് ചെയ്തതാണ് ഈ മിനിസ്റ്റർ. ആ മിനിസ്റ്ററിന്റെ പേരാണ് മാൻഷുഖ് മാണ്ഡവ്യ. ഹി ഈസ് ദ കറന്റ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് പോർട്ട്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ്. സോ സിക്സ് ക്വസ്റ്റ്യൻ, രമേശ് പൊഖ്രിയാൽ ഹാസ് വിർച്വലി ഇനാഗുറേറ്റഡ് New Delhi World Book Fair 2021 virtual edition. So Ramesh Pokhriyal has virtually inaugurated New Delhi World Book Fair 2021 virtual edition. What is the theme of 2021? അപ്പം എന്താ? ന്യൂ ഡൽഹി വേൾഡ് ബുക്ക് ഫെയർ 2021 വിർച്വൽ എഡിഷന്റെ തീം ആണ് ചോദിച്ചിരിക്കുന്നത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. കണക്ട് ചെയ്ത് പഠിക്കുക.
2021 ഒരു ബുക്ക് ഫെയറിന്റെ എന്താ പറയുന്നത് തീം എന്ന് പറയുന്നത് 2020 ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ്. ആ രീതിയിൽ ഓർത്തിരിക്കാം. അപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആണ്. ചിലപ്പോൾ ഓപ്ഷൻസിൽ നാഷണൽ ബുക്ക് പോളിസി എന്നൊക്കെ വരാം. സോ ശ്രദ്ധിച്ചു പഠിക്കാൻ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നാണ് ന്യൂഡൽഹി വേൾഡ് ബുക്ക് ഫെയറിന്റെ 2021 തീം എന്ന് പറയുന്നത്. സോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. So 7th question, Union Ministry of Women and Child Development WCD has signed an agreement with whom to enhance cooperation. So Women and Child Development ആരുമായിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തു. എന്തിന്? കോപ്പറേഷൻ എൻഹാൻസ് ചെയ്യാനായിട്ട്, അവർക്കിടയിലുള്ള കോപ്പറേഷൻ കൂട്ടാനും അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് വർക്ക് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു പാക്ട് അല്ലെങ്കിൽ എഗ്രിമെന്റ് ആണ് സൈൻ ചെയ്തിരിക്കുന്നത്. അത് സൈൻ ചെയ്തിരിക്കുന്ന യൂണിയൻ മിനിസ്റ്റർ ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ്. ആരുമായിട്ടാണ് എന്നാണ് ചോദ്യം. ഇൻവെസ്റ്റ് ഇന്ത്യ എന്ന് പറയുന്ന ഗ്രൂപ്പുമായിട്ടാണ് യൂണിയൻ മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് signed an agreement with Invest India to enhance in the field of cooperation. Okay. So ഇനി നമുക്ക് സ്റ്റേറ്റ്സ് ന്യൂസിലേക്ക് പോകാം. Which state recently launched ANMOL ANMOL app under National Health Mission? So ANMOL app related to health mission. That's the first point. Which state recently launched? The state ആണ് ഈ ഒരു health mission under ANMOL app എന്ന് പറയുന്ന ആ ഒരു ആപ്പ് ലോഞ്ച് ചെയ്തത്. It's Jammu and Kashmir. Jammu and Kashmir ആണ് ANMOL app ലോഞ്ച് ചെയ്തത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഹെൽത്ത് മിഷന്റെ അണ്ടറിലുള്ള ഒരു ആപ്പാണ്. So which state recently launched ANMOL app under National Health Mission? It's Jammu and Kashmir. So second question, Tripura government has come up with a digital platform to help people get benefits from various schemes of center and the state government. Okay, അപ്പം സെന്റർ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് രണ്ടിടത്തുനിന്നും ഉള്ള വേരിയസ് സ്കീമിൽ നിന്ന് അവിടുത്തെ ആൾക്കാർക്ക് ഒരു ബെനിഫിറ്റ് കിട്ടാനായിട്ട് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുമായിട്ട് ത്രിപുര ഗവൺമെന്റ് വന്നു. സോ എന്താണ് ആ പ്ലാറ്റ്ഫോമിന്റെ പേര്? ഇറ്റ്സ് ജാഗ്രത് ത്രിപുര. ജാഗ്രത് ത്രിപുര. സോ ത്രിപുര ഗവൺമെന്റ് കൊണ്ടുവന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് ജാഗ്രത് ത്രിപുര. എന്തിനു വേണ്ടിയിട്ടാണ്? സെന്റർ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വേരിയസ് സ്കീംസിൽ നിന്നും അവിടുത്തെ ആൾക്കാർക്ക് ബെനിഫിറ്റ് കിട്ടാനായിട്ട് ഇങ്ങനെ ഒരു ജാഗ്രത് ത്രിപുര എന്നൊരു സ്കീമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ത്രിപുര കം അപ്പ് വിത്ത് ജാഗ്രത് ത്രിപുര. ഇറ്റ്സ് എ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. So third question, which state inaugurated first of its kind gender inclusive community policing initiative of India? So ആദ്യത്തെ first of its kind gender inclusive community policing initiative of India. അതിന്റെ പേരാണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക്. ഓർത്തിരുന്നോളുക, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക്. സോ ഏത് സ്റ്റേറ്റ് ആണ് ഈ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് കൊണ്ടുവന്നത്? അത് ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ജെൻഡർ ഇൻക്ലൂസീവ് കമ്മ്യൂണിറ്റി പോലീസിംഗ് ഇനിഷ്യേറ്റീവ് ആണെന്നുള്ളത് അതിന്റെ പോയിന്റ് ആണ്. സോ അതിന്റെ പേരാണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക്. ഇത് ഇനാഗുറേറ്റ് ചെയ്തത് ഏത് സ്റ്റേറ്റ് ആണെന്നാണ് ചോദ്യം. ഇറ്റ്സ് തെലങ്കാന. സോ തെലങ്കാനയാണ് ഈ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക്. സോ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് റിലേറ്റഡ് ടു തെലങ്കാന. രണ്ടിന്റെയും ആദ്യത്തെ ലെറ്റർ ടി ആണ്, അങ്ങനെ ഓർത്തിരിക്കാം. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് ഈസ് ഇൻ തെലങ്കാന. It's a policing initiative launched by Telangana. So fourth question, India's first forest healing center. So forest healing center, India's first, Rajyate Adyate forest healing center was inaugurated by noted environmentalist Joginder Bisht. Joginder Bisht, located at Ranikhet. So Ranikhetil locate ചെയ്തിരിക്കുന്ന ആ ഒരു ഫോറസ്റ്റ് ഹീലിംഗ് സെന്റർ ഇനാഗുറേറ്റ് ചെയ്തു ആര്? എൻവയോൺമെന്റലിസ്റ്റ് ആയിട്ടുള്ള ജോഗേന്ദർ ബിഷ്ട്. അത് ഏത് സ്റ്റേറ്റിലാണ്? ഈ റാണിഖേത്ത് എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിലാണ്? അല്ലെങ്കിൽ ഈ ഫോറസ്റ്റ് ഹീലിംഗ് സെന്റർ എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിലാണ്? ഇറ്റ്സ് ഇൻ ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലെ റാണിഖേത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ജോഗീന്ദർ ബിഷ്ട് ആയിട്ടുള്ള എൻവയോൺമെന്റലിസ്റ്റ് ആ ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് ഹീലിംഗ് സെന്റർ ഇനാഗുറേറ്റ് ചെയ്തത്. സോ ഫോറസ്റ്റ് ഹീലിംഗ് സെന്റർ ഈസ് ഇൻ ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ് ഫോറസ്റ്റ് ഹീലിംഗ് സെന്റർ. സോ അവിടുത്തെ റാണിഖേത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഫോറസ്റ്റ് ഹീലിംഗ് സെന്റർ ഇനാഗുറേറ്റ് ചെയ്തത്. അത് ഇനാഗുറേറ്റ് ചെയ്തത് ഫേമസ് എൻവയോൺമെന്റലിസ്റ്റ് ആയിട്ടുള്ള ജോഗീന്ദർ ബിഷ്ട്. ഓക്കെ. സോ ഫിഫ്ത് ക്വസ്റ്റ്യൻ, which state has launched the second phase of Mission Shakti to encourage women empowerment in International Women's Day? So ഏത് സ്റ്റേറ്റ് ആണ് മിഷൻ ശക്തിയുടെ സെക്കൻഡ് ഫേസ് ലോഞ്ച് ചെയ്തത്? എന്തിന്? വുമൺ എംപവർമെന്റിന്. ഇന്റർനാഷണൽ വുമൻസ് ഡേയിലെ വിമൻ എംപവർമെന്റ് എൻകറേജ് ചെയ്യാനായിട്ട് മിഷൻ ശക്തിയുടെ സെക്കൻഡ് ഫേസ് ഏത് സ്റ്റേറ്റ് ആണ് ലോഞ്ച് ചെയ്തത്? സോ ഇറ്റ്സ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് മിഷൻ ശക്തി സെക്കൻഡ് ഫേസ് റിലേറ്റഡ് ടു
Uttar Pradesh. Mission Shakti second phase related to Uttar Pradesh. Okay. So any science and technology news നോക്കാം. രണ്ട് ന്യൂസ് ആണുള്ളത്. ഒന്നാമത്തെ, which company has successfully tested Starship SN10 prototype rocket? So prototype rocket ഓർത്തിരുന്നുള്ള prototype rocket, അതിന്റെ പേരാണ് Starship SN10. ഇത് ആരാണ് സക്സസ്ഫുൾ ആയിട്ട് ടെസ്റ്റ് ചെയ്തത്? ഏത് കമ്പനിയാണ് സക്സസ്ഫുൾ ആയിട്ട് ടെസ്റ്റ് ചെയ്തത്? ഇറ്റ്സ് SpaceX. So prototype rocket Starship SN10 related to SpaceX. Starship SpaceX. Starship SpaceX എന്ന് ചേർത്ത് പഠിക്കുക. So Starship SN10 prototype rocket was successfully tested by SpaceX. Okay. Second, which organization has successfully carried out a flight demonstration based on solid fuel ducted ramjet technology? Solid fuel ducted ramjet technology from Chandipur. So ഏത് ഓർഗനൈസേഷൻ ആണ് ഒരു ചണ്ഡീപൂരിൽ, അതായത് ചണ്ഡീപൂരിൽ ഒരു ഫ്ലൈറ്റ് ഡെമോൺസ്ട്രേഷൻ നടത്തിയത്? എന്തിനെ ബേസ് ചെയ്ത്? സോളിഡ് ഫ്യൂവൽ ഡക്റ്റഡ് റാംജെറ്റ് ടെക്നോളജി. അപ്പൊ അതൊരു ടെക്നോളജിയാണ്. ഈ ഒരു ടെക്നോളജിയെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഫ്ലൈറ്റ് ഡെമോൺസ്ട്രേഷൻ സക്സസ്ഫുൾ ആയിട്ട് നടത്തിയത് ഏത് ഓർഗനൈസേഷൻ ആണ്? അത് ചണ്ഡീപൂരിലാണ് നടത്തിയത്. സോ ഏത് ഓർഗനൈസേഷൻ ആണ്? DRDO, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് ഈ ഒരു ഫ്ലൈറ്റ് ഡെമോൺസ്ട്രേഷൻ ക്യാരി ഔട്ട് ചെയ്തത്. എവിടെ? ചണ്ഡീപൂരിൽ. So solid fuel ducted ramjet technology ബേസിസിലാണ് ഈ ഒരു ഫ്ലൈറ്റ് ഡെമോൺസ്ട്രേഷൻ നടത്തിയത് എന്നും പറയുന്നത്. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. സോ ഇനി നമുക്ക് ഫേമസ് അപ്പോയിന്റ്മെന്റ്സ് നോക്കാം. ഒന്നാമത്തെ, which IPS officer has been appointed to hold additional charge as Director General of CRPF? CRPFന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് അഡീഷണൽ ചാർജ് നേടിയ IPS ഓഫീസർ ആരാണ്? അത് മാർച്ച് 1, 2021 മുതലാണ് എഫക്റ്റിൽ വരുന്നത്. സോ IPS ഓഫീസർ എന്ത്? അഡീഷണൽ ചാർജസ് ഡയറക്ടർ ജനറൽ ഓഫ് CRPF ആരാണ്? കുൽദീപ് സിംഗ്. കുൽദീപ് സിംഗ് ആണ് CRPFന്റെ ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള അഡീഷണൽ ചാർജ് ഇപ്പൊ നേടുന്നത്. പുള്ളി ഒരു IPS ഓഫീസർ ആണ്. സോ പേര് കുൽദീപ് സിംഗ്. സോ ഡയറക്ടർ ജനറൽ ഓഫ് CRPF is കുൽദീപ് സിംഗ്. Kuldeep related to CRPF. Kuldeep related to CRPF. So second one, who has been appointed as chairperson of AIBA's Champions and Veterans Committee? So AIBA എന്ന് പഠിച്ചാൽ മതി. Who has been appointed as a chairperson of AIBA's Champions and Veterans Committee? Mary Kom. Mary Kom, famous ആയിട്ടുള്ള Mary Kom. So Mary Kom എന്തിന്റെ ചെയർപേഴ്സൺ ആണ്? AIBAയുടെ ചാമ്പ്യൻസ് ആൻഡ് വെറ്ററൻ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ടാണ് മേരി കോം. മേരി കോം ആണ് അതിന്റെ ചെയർപേഴ്സൺ. So third one, government has decided not grant an extension to Finance Secretary Ajay Bhushan Pandey. Ajay Bhushan Pandey ആയിരുന്നു നമ്മുടെ എന്താ ഫിനാൻസ് സെക്രട്ടറി ആയിട്ടിരുന്നത്. അപ്പൊ ഗവൺമെന്റ് ഇപ്പോൾ തീരുമാനിച്ചു ഒരു എക്സ്റ്റൻഷൻ കൊടുക്കേണ്ടതില്ല എന്ന് ഉള്ളത്. Who was holding additional charge of Revenue Department? ഫിനാൻസ് സെക്രട്ടറി മാത്രമല്ല, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അഡീഷണൽ ചാർജും ഈ അജയ് ഭൂഷൺ പാണ്ഡേക്ക് ഉണ്ടായിരുന്നു. So then who has been given additional charge of Department of Revenue? ഇപ്പം അജയ് ഭൂഷൺ പാണ്ഡെ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചപ്പോൾ ആർക്കാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അഡീഷണൽ ചാർജ് കൊടുത്തിരിക്കുന്നത്? ഇറ്റ്സ് തരുൺ ബജാജ്. ബജാജ് റിലേറ്റഡ് ടു റവന്യൂ. ബജാജ് റിലേറ്റഡ് ടു റവന്യൂ. സോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂന്റെ അഡീഷണൽ ചാർജ് ഇപ്പോൾ ഉള്ളത് ആർക്കാണ്? തരുൺ ബജാജിനാണ്. നേരത്തെ ഉണ്ടായിരുന്നത് അജയ് ഭൂഷൺ ആണ്. അജയ് ഭൂഷൺ പാണ്ഡെ നമ്മുടെ ഫിനാൻസ് സെക്രട്ടറി ആയിരുന്നു. ഓക്കെ. സോ ഫോർത്ത് വൺ, what is the name of the retired IAS officer of 1986 batch who has been appointed as the CEO of Sunset TV? So Sunset TVയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട 1986 ബാച്ചിലെ റിട്ടയർഡ് IAS ഓഫീസറിന്റെ പേര് ഇറ്റ്സ് രവി കപൂർ. So Sunset TV Ravi Kapoor. Sunset TVയുടെ CEO രവി കപൂർ. Sunset TVയുടെ CEO രവി കപൂർ. സോ രവി കപൂർ ഒരു റിട്ടയേർഡ് IAS ഓഫീസർ ആണ്. അപ്പൊ റിട്ടയേർഡ് IAS ഓഫീസർ ഉള്ള ഒരു CEO ഉള്ള ചാനലാണ് ഇത് സൺസെറ്റ് TV. അങ്ങനെയൊക്കെ ആലോചിച്ച് പഠിച്ചോളുക. ഇനി നമുക്ക് ഇൻഡെക്സ് ആൻഡ് റാങ്ക് നോക്കാം. ഇൻഡെക്സ് ആൻഡ് റാങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ന്യൂസ്, ഇൻ ദ റീസെന്റ് എഡിഷൻ ഓഫ് ഈസ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് 2020. ഈസ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് വെരി ഇമ്പോർട്ടന്റ്. ഈസ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ്, which of the district has emerged as a top performer in the million plus category? So million plus categoryയിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമർ അല്ലെങ്കിൽ ടോപ്പ് പെർഫോമർ ആയിട്ടുള്ള ഡിസ്ട്രിക്ട് ഏതാണ്? എന്തില്? ഈസ് ഓഫ് ലിവിംഗ് ഇൻഡെക്സിൽ ബംഗളൂരു is the district which has emerged as a top performer in million plus category in ease of living index.
Ease of living index Bangalore. Ease of living index Bangalore. ചേർത്ത് പഠിക്കുക. Ease of living index 2020 related to Bangalore. So second question, 10th edition of Hurun Global Research List. So Hurun Global Research List ഒരു ഫേമസ് ആയിട്ടുള്ള റിച്ച് ലിസ്റ്റ്, റിസർച്ച് അല്ല റിച്ച് ലിസ്റ്റ്. സോ ഇതൊരു ഫേമസ് ആയിട്ട് റിച്ച് പേഴ്സൺസിനെ ടോപ്പിലിട്ടിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലിസ്റ്റ് ആണ് ഹുറൂൺ ഗ്ലോബൽ റിച്ച് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് 2021 റിലീസ് ചെയ്തു. സോ ആരാണ് അതിനകത്തെ ടോപ്പ് സ്പോട്ട് അതിലേക്ക് ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സൺ അക്കോർഡിംഗ് ടു ഹുറൂൺ ഗ്ലോബൽ റിച്ച് ലിസ്റ്റ് ആരാണ്? അതിന്റെ 10th എഡിഷൻ ആണിത്. അത് ടെസ്ലയുടെ ഹെഡ് ആയിട്ടുള്ള എലോൺ മസ്ക് ആണ്. ടെസ്ലയുടെ ഹെഡ് ആയിട്ടുള്ള എലോൺ മസ്ക് ആണ് ഇപ്പോൾ ഉള്ള ഗ്ലോബൽ റിച്ച് ലിസ്റ്റ്, അതായത് ഹുറൂൺ ഗ്ലോബൽ റിച്ച് ലിസ്റ്റിൽ ടോപ്പിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം ആമസോണിന്റെ ജെഫ് ബെസോസും ഒക്കെ ടോപ്പ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ബട്ട് അവരെല്ലാം ഇപ്പൊ താഴെ പോയിരിക്കുകയാണ്. അവർക്കൊക്കെ മേളിലാണ് ഇപ്പൊ ടെസ്ലയുടെ ഹെഡ് ആയിട്ടുള്ള എലോൺ മസ്ക്. സോ ഹുറൂൺ ഗ്ലോബൽ റിച്ച് ലിസ്റ്റ്, ഹുറൂൺ റിച്ച് ലിസ്റ്റില് എലോൺ മസ്ക്. So Hurun related to Elon Musk. Hurun related to Elon Musk. So third one, which municipality has emerged as the highest ranked municipality in million plus population category in municipal performance index? So ease of living index in the million plus category പറഞ്ഞു. അതേപോലെ തന്നെ municipal performance index in the million plus category ഉണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്ത മുനിസിപ്പാലിറ്റി ഇൻഡോർ. സോ പഠിക്കാൻ എളുപ്പമാണ്. മുനിസിപ്പാലിറ്റി ഇൻഡോറും ഡിസ്ട്രിക്ട് ബംഗളൂരുവും. സോ ഡിസ്ട്രിക്ട് ബംഗളൂരു മുനിസിപ്പാലിറ്റി ഇൻഡോർ എന്തിന്റെയാണ്? രണ്ടും പക്ഷേ രണ്ടാണ്. ഒന്ന് മുനിസിപ്പൽ പെർഫോം ഇൻഡെക്സ് ആണോ, ഒന്ന് ഈസ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് ആണ്. ഈസ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് റിലേറ്റഡ് ടു ബംഗളൂരു, മുനിസിപ്പൽ പെർഫോമൻസ് ഇൻഡെക്സ് റിലേറ്റഡ് ടു ഇൻഡോർ. സോ ബസ് മുനിസിപ്പാലിറ്റി ഇൻ ദ ഹയസ്റ്റ് റാങ്ക്ഡ് മുനിസിപ്പാലിറ്റി ഇൻ മില്യൺ പ്ലസ് പോപ്പുലേഷൻ കാറ്റഗറി ഇറ്റ്സ് ഇൻഡോർ. സോ ഇനി നമുക്ക് അവാർഡ്സിലേക്ക് പോകാം. ഒരൊറ്റ ന്യൂസേ ഉള്ളൂ. വിച്ച് ഇന്ത്യൻ ന്യൂസ് ഗ്രൂപ്പ് ഓർ ഏജൻസി വൺ 2 gold and 2 silvers at WAN IFRA South Asian Digital Media Awards. South Asian Digital Media Awards ഓർത്തിരിക്കുക. South Asian Digital Media Awards and is named as Champion Publisher of the Year. Champion Publisher of the Year മറ്റാരുമല്ല, ഹിന്ദു ഗ്രൂപ്പാണ് ചാമ്പ്യൻ പബ്ലിഷർ ഓഫ് ദി ഇയർ. സൗത്ത് ഏഷ്യൻ ഡിജിറ്റൽ മീഡിയ അവാർഡ്സിൽ ചാമ്പ്യൻ പബ്ലിഷർ ഓഫ് ദി ഇയർ ആയിട്ട് വന്നിരിക്കുന്നത് ഹിന്ദു ഗ്രൂപ്പാണ്. 2 gold and 2 silvers ആണ് അവർ നേടിയിരിക്കുന്നത്. സോ ഏത് ന്യൂസ് ഗ്രൂപ്പ് ഏജൻസി അല്ലെങ്കിൽ ഏത് ന്യൂസ് ഏജൻസി ആണ് 2 ഗോൾഡും 2 സിൽവറും നേടിയത്? അതേപോലെ ചാമ്പ്യൻ പബ്ലിഷർ ഓഫ് ദി ഇയർ ആയിട്ട് അംഗീകരിക്കപ്പെട്ടത് ആരാണ്? ദ ഹിന്ദു ഗ്രൂപ്പാണ്. So defense news ഒന്നേ ഉള്ളൂ. Indian Army inaugurated the community radio station Radio Chinnar 90.4. Radio Chinnar 90.4. Har Dil Ki Dhadkan in which state or UT? So Radio Chinnar 90.4 ഓർത്തിരുന്നോളുക. Radio Chinnar is in Jammu and Kashmir. Jammu and Kashmirലാണ് Radio Chinnar. അത് ഇന്ത്യൻ ആർമി ഇനാഗുറേറ്റ് ചെയ്ത കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ആണ്. റേഡിയോ ചിന്നാർ 90.4. അത് ഇന്ത്യൻ ആർമിയാണ് ഇനാഗുറേറ്റ് ചെയ്തത്. അത് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. സോ ഇനി ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ന്യൂസിലേക്ക് പോകാം. Who has been sworn in as the new MD and CEO of Central Bank of India? Very important news. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ MD ആയിട്ട് മാനേജിംഗ് ഡയറക്ടർ ആയിട്ട് ചാർജ് ചെയ്യപ്പെട്ടത് 3 വർഷത്തേക്ക് ആരാണ്? വെങ്കട്ട് റാവു. സോ വെങ്കട്ട് റാവു, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. വെങ്കട്ട് റാവു is the CEO of Central Bank of India. സോ റാവു സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ MD എന്ന് പറയുന്നത് വെങ്കട്ട് റാവു ആണ്, ഓർത്തിരുന്നോളുക. So second one, Indian Bank is all set. So Central Bank of India, Indian Bank ആണ്, is all set to divest full or partial in joint venture entity ASREC Limited as part of asset monetization. Asset monetization ഭാഗമായിട്ടൊരു ജോയിന്റ് വെഞ്ചറിന് ഫുൾ ആയിട്ട് അല്ലെങ്കിൽ പാർഷ്യൽ ആയിട്ട് ഇന്ത്യൻ ബാങ്ക് റെഡിയാണ്. So what is the tagline of Indian Bank? Indian Bankന്റെ tagline ആണ് your own bank. Indian Bankന്റെ tagline ആണ് your own bank. So അവര് ആസ്റെക് ഇന്ത്യ ലിമിറ്റഡുമായിട്ട് ഒരു ജോയിന്റ് വെഞ്ചറിന് ഓൾ സെറ്റ് ആണ് എന്നുള്ള അപ്ഡേറ്റ് ആണ്. സോ അതിന്റെ ടാഗ്ലൈൻ ആണ് ചോദിച്ചത് your own bank. It is Indian Bank. So third one, who has been appointed as the first vice president and chief operating officer COO of New York based Federal Reserve Bank? അപ്പോൾ ഇത് ഫോറിൻ ബാങ്കിനെ ബേസ് ചെയ്താണ്. ന്യൂയോർക്ക് ബേസ്ഡ് ഫെഡറൽ റിസർവ് ബാങ്കിന്റെ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ആൻഡ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണ്? നൗറീൻ ഹസൻ.
സോ നൗറീൻ ഹസൻ ആണ് ഫസ്റ്റ് VP അല്ലെങ്കിൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ എന്തിന്റെ ഫെഡറൽ റിസർവ് ബാങ്കിന്റെ ന്യൂയോർക്ക് ബേസ്ഡ് ഫെഡറൽ റിസർവ് ബാങ്കിന്റെ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ആൻഡ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തത് നൗറീൻ ഹസൻ ആണ്. So fourth one, according to a report compiled by the economist of Bank of America, BOFA, Bank of America. So according to a report compiled by the economist of Bank of America, gender inequality has cost the world US 70 trillion since 1990. Gender inequality എത്ര രൂപയാണ് കോസ്റ്റ് ആയത് രാജ്യത്തിനല്ല വേൾഡിന് കോസ്റ്റ് ആയത്? ഈ റിപ്പോർട്ട് വെച്ചത് ആരാണ്? ബാങ്ക് ഓഫ് അമേരിക്കയാണ്. 70 ട്രില്യൺ USD ആണ് 990 മുതൽ ജെൻഡർ ഇനിക്വാലിറ്റിക്ക് കോസ്റ്റ് ആയത്. സോ ഹു ഇസ് ദ CEO ഓഫ് ബാങ്ക് ഓഫ് അമേരിക്ക? So it's Brian Moynihan. Brian Moynihan is the Brian related to Bank of America. Bank of America, Brian ചേർത്ത് പഠിക്കുക. So Bank of America CEO Brian Moynihan ആണ്. 70 ട്രില്യൺ USD ആണ് 990 മുതൽ ജെൻഡർ ഇനിക്വാലിറ്റി കോസ്റ്റ് ആയി എന്നുള്ള റിപ്പോർട്ടാണ് ഈ ഒരു ബാങ്ക് ഓഫ് അമേരിക്കയിലെ എക്കണോമിസ്റ്റ് ചേർന്നവർ റിലീസ് ചെയ്തിരിക്കുന്നത്. അഞ്ചാമത്തെ ന്യൂസ്, which bank has launched Smartup Unnati, a mentoring program ആണ് by women for women entrepreneurs. women entrepreneursന് വേണ്ടി women തന്നെ കണ്ടക്ട് ചെയ്യുന്ന ഒരു mentoring program Smartup Unnati. ഏത് ബാങ്ക് ആണ് ലോഞ്ച് ചെയ്തത്? HDFC ബാങ്ക് ആണ്. HDFC related to Smartup Unnati or HDFC related to women empowerment. എങ്ങനെ വേണേലും ചേർത്ത് പഠിക്കാം. HDFC related to Smartup Unnati related to women empowerment related to HDFC. Okay. So obituary newsലേക്ക് പോകാം. First one, MG George Muthoot, chairman of the Muthoot Group, passed away at the age of 71 in New Delhi recently. So Muthootന്റെ chairman ആയിട്ടുള്ള MG George Muthoot അതിന്റെ obituary ആണ്. When did he take over the Muthoot Group chairman? അയാൾ എപ്പോഴാണ് Muthoot ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയത്? It's in 1993. 93ലാണ് MG George Muthoot ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിട്ട് മാറിയത്. MG George Muthootന്റെ obituary news ആണ് ഇവിടെ ഉള്ളത്. Second one, renowned Kannada poet, eminent academic and critic, passed away in Bengaluru at the age of 85. So renowned Kannada poet ആയിട്ടുള്ള ആരുടെ obituary ആണ്? NS ലക്ഷ്മി നാരായണ ഭട്ട. ഇദ്ദേഹം ഒരു പ്രൊഫസർ ആണ്. സോ പ്രൊഫസർ NS ലക്ഷ്മി നാരായണ ഭട്ട, ഇദ്ദേഹം ഒരു renowned കന്നഡ പോയറ്റ് ആണ്. സോ അദ്ദേഹം ബാംഗ്ലൂരിലെ 85ാമത്തെ വയസ്സിലാണ് മരിച്ചത്. സോ NS ലക്ഷ്മി നാരായണ ഭട്ട is a eminent Kannada poet. So third one, recently Anshuman Singh പേരോർത്തിക്ക് Anshuman Singh passed away due to some health ailments. He was the former governor of which state? അപ്പോൾ ഒരു ഫോർമർ ഗവർണർ ആയിട്ടുള്ള Anshuman Singh കുറച്ച് ഹെൽത്ത് എയിൽമെന്റ്സ് ആയിട്ടിരിക്കുമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒബിച്വറി ന്യൂസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ അദ്ദേഹം ഏത് സ്റ്റേറ്റിന്റെ ഗവർണർ ആയിരുന്നു? രാജസ്ഥാൻ. So Anshuman Singh related to Rajasthan. Anshuman Singh is the former governor of Rajasthan who passed away recently. Okay. So ഇനി നമുക്ക് സ്പോർട്സ് ന്യൂസിലേക്ക് പോകാം. First one, which West Indies cricketer has become third man to hit 6 sixes in an over? ഒരു ഓവറിലെ 6 ബോളിൽ 6 സിക്സും അടിക്കുന്ന മൂന്നാമത്തെ ആൾ അതൊരു വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റർ ആണ്. ഇന്റർനാഷണൽ ക്രിക്കറ്റിലാണ് ഈ ഒരു തേർഡ് മാൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആരാണ് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റർ? ഇറ്റ്സ് കീറോൺ പൊള്ളാർഡ് എന്ന് പറയുന്ന വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റർ ആണ്. ഒരു ഓവറിലെ 6 ബോളിൽ 6 സിക്സും അടിക്കുന്ന മൂന്നാമത്തെ ആൾ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ. സോ സെക്കൻഡ് വൺ, Glenmark Pharmaceuticals Limited or Glenmark Pharmaceutical Limited has signed an Indian cricketer as its brand ambassador. ഒരു ഇന്ത്യൻ ക്രിക്കറ്ററിനെ അവിടുത്തെ ആ ഒരു ഫാർമാസ്യൂട്ടിക്കൽസിന്റെ ഗ്ലെൻമാർക്ക് ഫാർമാസ്യൂട്ടിക്കൽസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കി. അത് ആരാണെന്നാണ് ചോദ്യം. രോഹിത് ശർമ്മ, ഇന്ത്യയുടെ ഓപ്പണർ ബാറ്റ്സ്മാൻ ആയിട്ടുള്ള രോഹിത് ശർമ്മയാണ് ഗ്ലെൻമാർക്ക് ഫാർമാസ്യൂട്ടിക്കൽസ് ലിമിറ്റഡിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വന്നിരിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റർ. സോ തേർഡ് വൺ, who has clinched gold in boxing at 35th edition of Boxam International Tournament and boxing. അതിൽ ഗോൾഡ് നേടിയത് ആരാണ്? വിത്ത് 10 മെഡൽസ് ഇൻ കാസ്റ്റലോൺ സ്പെയിനിൽ നടന്ന ബോക്സാം ഇന്റർനാഷണൽ ടൂർണമെന്റിൽ അതിന്റെ 35th എഡിഷൻ ആയിട്ടുള്ളതിൽ ആരാണ് ഗോൾഡ് നേടിയത്? ഇറ്റ്സ് മനീഷ് കൗശിക് clinched the gold in boxing at 35th edition of Boxam International Tournament. So Boxam International ടൂർണമെന്റിൽ സ്പെയിനിൽ അതായത് കാസ്റ്റലോണിൽ നടന്ന ബോക്സാം ഇന്റർനാഷണൽ ടൂർണമെന്റ്സിൽ വിത്ത് 10 മെഡൽസ് 35th എഡിഷനിൽ ഗോൾഡ് നേടി വിത്ത് 10 മെഡൽസ് ആരാണ്? മനീഷ് കൗശിക് ആണ്.
സോ ബുക്സ് ആൻഡ് ഓതേഴ്സിൽ നമുക്ക് ഈ ടൈമിൽ ന്യൂസുകൾ ഒന്നും തന്നെ ഇല്ല. അപ്പം ഒരു ബുക്സും ഓതേഴ്സും ഒന്നും മാർച്ച് സെക്കൻഡ് വീക്കിൽ നമുക്കില്ല എന്നുള്ളത് ഓർത്തു വെക്കുക. ഫസ്റ്റ് വീക്കിലുണ്ട്, ഫസ്റ്റ് 5 ഡേയ്സിൽ ഉണ്ടായിരുന്നു. സെക്കൻഡ് 5 ഡേയ്സിൽ ബുക്സും ഓതേഴ്സിനെ പറ്റിയിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസുകൾ ഒന്നും തന്നെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഓക്കെ, സോ നമ്മൾ മാർച്ച് 6 to 10 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോ മാർച്ച് 6 to 10 ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസുകൾ ഉണ്ടായിരുന്നു. ഇന്റർനാഷണൽ ആയാലും നാഷണൽ ആയാലും ടിൽ നമുക്ക് സ്പോർട്സ് വരെ ഒരുമാതിരിപ്പെട്ട ബുക്സ് ആൻഡ് ഓതേഴ്സ് മാത്രമേ ഉള്ളൂ. ബുക്സ് ന്യൂസ് ഒന്നും തന്നെ ഇല്ലാഞ്ഞ ഒരു ഏരിയ എന്ന് പറയാനായിട്ട്. ബാക്കിയെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ്. സോ പറഞ്ഞ പോയിന്റ്സും പറഞ്ഞ ക്ലൂസും എല്ലാം മാക്സിമം ഓർത്തിരുന്ന് പഠിക്കുക. റിവിഷൻ ഡേയിൽ ക്വിസുകൾ വരുമ്പോഴത്തേക്കും ഇതിനകത്ത് മാക്സിമം നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ക്വിസ് സെക്ഷനിൽ അല്ലെങ്കിൽ റിവിഷൻ ഡേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പോൾ ആ ഒരു റിവിഷൻ ഡേയിൽ നമുക്ക് ഇതെല്ലാം വീണ്ടും റിവൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാർച്ച് ഫുൾ റിവിഷൻ നടത്തുമ്പോഴും മാർച്ച് ഹാഫ് റിവിഷൻ നടത്തുമ്പോഴും ഒക്കെ നമ്മൾ ഈ ന്യൂസ് വീണ്ടും 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 വായിക്കും. സോ മാക്സിമം ഈ ഒരു ജനറൽ അവയർനെസ് അല്ലെ കറണ്ട് അഫയർ ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. വരുന്ന മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. ആസ് ഓൾവേസ് you are in the top list, or you are the competitor of the upcoming banking mains examination. So all the best and thank you.